ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്ത് ഇവിടെ എന്ന് വെച്ചാൽ SSCയുടെ ഹവിൽദാർ അതുപോലെ തന്നെ MTS റിക്രൂട്ട്മെൻറ്റിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും SSCയുടെ ഹവിൽദാർ റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.ssc.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി 21/7/2023 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിനെ അപേക്ഷിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇതാണ് SSCയുടെ വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ടുമായിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം ആ ഒരു അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് താഴെ രജിസ്റ്റർ നൗ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് വലത്തേ സൈഡിൽ. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം. ആദ്യം ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫിൽ ചെയ്യേണ്ടതാണ്. ഇവിടെ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡ് ഉണ്ടോ എന്നാണ്. ഡു യു ഹാവ് ആധാർ എന്നാണ്. ആധാർ കാർഡ് ഉള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ അവർ ആധാർ കാർഡിൻ്റെ നമ്പർ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ടൈപ്പ് ഓഫ് ID ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ID കാർഡ് അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു ID കാർഡിൻ്റെ നമ്പരും എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പേര് വെരിഫൈ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേര് ഒന്നും കൂടി അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ അടിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർക്ക് തൊട്ട് താഴെ ഒരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ അത് ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഫാദേഴ്സ് നെയിം ആണ്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് മദേഴ്സ് നെയിം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മദറിൻ്റെ പേരും അവിടെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. തൊട്ട് താഴെ വെരിഫൈ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്തതായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തും വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ്. ഏത് എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിൽ നിന്നാണ് 10ാം ക്ലാസ് പഠിച്ച് പാസ്സായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ച് പാസ്സായിട്ടുള്ള ഏത് ബോർഡാണോ ആ ഒരു ബോർഡ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു ബോർഡ് വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ റോൾ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റോൾ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ റോൾ നമ്പർ വെരിഫൈ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും വെരിഫൈ ചെയ്യുക. അതിനുശേഷം ഇയർ ഓഫ് പാസിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇയർ ഓഫ് പാസിംഗ് അവിടെ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ അതും വെരിഫൈ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് ജെൻഡറാണ്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ ലെവൽ ഏതുവരെ ഉണ്ടോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഇമെയിൽ ID ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID അവിടെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം എൻ്റർ ചെയ്ത ശേഷം കറക്റ്റാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കറക്റ്റാണ് എങ്കിൽ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇപ്പോൾ നിലവിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ ഫോൺ നമ്പറിലേക്ക് യൂസർ നെയിമും പാസ്വേഡും ലഭിക്കുന്നതാണ്. ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ക്ലോസ് ചെയ്ത ശേഷം നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഹോം പേജിൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് വന്നിട്ടുള്ള ആ ഒരു യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ആദ്യം പാസ്വേഡ് ചേഞ്ച് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ആദ്യം ഓൾഡ് പാസ്വേഡാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ മെയിലിലേക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പറിലേക്ക് വന്നിട്ടുള്ള പാസ്വേഡാണ് അവിടെ ആദ്യം എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം ന്യൂ പാസ്വേഡിൻ്റെ അവിടെ നിങ്ങൾ പുതിയതായിട്ട് ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ കൺഫേം പാസ്വേഡിൻ്റെ അവിടെ നിങ്ങൾ പുതുതായിട്ട് എൻ്റർ ചെയ്ത ആ ഒരു പാസ്വേഡ് ഒന്നും കൂടി കൺഫേം ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീണ്ടും റീലോഡായിട്ട് SSCയുടെ മെയിൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടെ നിങ്ങളുടെ യൂസർ നെയിമും പുതിയ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കാം. ആദ്യം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി തന്നെ എൻ്റർ ചെയ്തതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ അഡീഷണൽ ആൻഡ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ നാഷണാലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നാഷണാലിറ്റി അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും ഡിസേബിലിറ്റീസ് ഉണ്ടോ എന്നാണ്. ഡിസേബിലിറ്റീസ് ഉള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത 15ാമതായിട്ട് വെച്ചിരിക്കുന്നത് പെർമനൻറ്റ് അഡ്രസ്സാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് അവിടെ ഫിൽ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് തുടങ്ങിയ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് പ്രസൻറ്റ് അഡ്രസ്സ് സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്നാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്സ് തന്നെയാണോ പെർമനൻറ്റ് അഡ്രസ്സ് എന്ന്. അപ്പോൾ അത്തരത്തിലുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. നോ എന്ന് കൊടുക്കുന്നവർ തൊട്ട് താഴെ പ്രസൻറ്റ് അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ഡിക്ലറേഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ഐ എഗ്രി എന്ന്. അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ OTP ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിലിലേക്ക് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു OTP ഇവിടെ എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഒരു OTP ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ആ ഒരു ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ SSCയുടെ 1 ഡേ രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇടത്തെ സൈഡിൽ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നതാണ് മൾട്ടി ടാസ്കിംഗ് ബ്രാക്കറ്റിൽ നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവിൽദാർ ഇൻ CBIC ആൻഡ് CBN എക്സാമിനേഷൻ 2020 ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബോക്സിൽ തന്നെ ഇടത്തെ സെല്ലായിട്ട് അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ 1 ഡേ രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ അത് കൂടാതെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടെ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾ ആദ്യം 15ാമത്തെ ഓപ്ഷനിൽ വരേണ്ടതാണ്. അവിടെ നിങ്ങൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്യേണ്ടത് എക്സാം സെൻറ്റർ ആണ്. ഇവിടെ നിങ്ങൾക്ക് 3 എക്സാം സെൻറ്റർ വരെ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ നിന്നും എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നവർക്ക് കേരളത്തിൽ തന്നെ എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ മീഡിയം ഓഫ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമിനേഷൻ ഏത് ലാംഗ്വേജിൽ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ടായിട്ടുള്ള ലാംഗ്വേജ് ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു ലാംഗ്വേജ് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ എക്സ് സർവീസ്മെൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് സർവീസ്മെൻ ആയിട്ടുള്ളവർ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, തൊട്ട് താഴെ കുറച്ച് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ 19ാമതായിട്ട് ഏജ് റിലാക്സേഷൻ വേണമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏജ് റിലാക്സേഷൻ വേണ്ടവർ അവിടെ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക.
അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 72 ഏകദേശം 71-72ഓളം പ്രിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിലെല്ലാത്തിലും നിങ്ങൾ പ്രിഫറൻസ് നൽകേണ്ടതാണ്. നിങ്ങൾക്ക് പ്രിഫറൻസ് ഇവിടെ കേരളത്തിൽ നൽകാൻ സാധിക്കുന്നതാണ്. കേരളത്തിലെ പ്രിഫറൻസ് വരുന്നത് 65, 66 അതുപോലെ തന്നെ 68 കേരളത്തിൻ്റെ പ്രിഫറൻസ് വരുന്നത്. അപ്പോൾ കേരളത്തിലെ വേക്കൻസി വേണ്ടവർ ഈ ഒരു നമ്പറുകൾ ആദ്യം നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റേറ്റുകളിലെ വേക്കൻസിയുടെ പ്രിഫറൻസ് വേണമോ അതെല്ലാം ആ ഒരു നമ്പർ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് മറ്റൊരു സ്റ്റേറ്റിനെയും പ്രിഫറൻസ് വേണ്ട എന്നെങ്കിൽ ആ ഒരു കോളത്തിൽ എല്ലാ കോളത്തിലും എക്സ് എന്ന ഒരു നമ്പർ അല്ലെങ്കിൽ എക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത 22ാമതായിട്ട് വെച്ചിരിക്കുന്നത് ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ 10ാം ക്ലാസ് സെലക്ട് ചെയ്യുക. അതല്ല തത്തുല്യമാണ്, അതായത് ഇക്വലൻ്റ് ആണ് ഉള്ളതെങ്കിൽ അവിടെ ഇക്വലൻ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. പാസ്ഡ് ആണെങ്കിൽ പാസ്ഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പാസിംഗ് ഇയർ, അതുപോലെ തന്നെ സ്റ്റേറ്റ്, നെയിം ഓഫ് ബോർഡ്, റോൾ നമ്പർ, പെർസെൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ആ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഡിക്ലറേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ ഡിക്ലറേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ചെറിയൊരു ടിക്ക് ബോക്സ് കാണിച്ചായിരിക്കുന്നതാണ് ഐ എഗ്രി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണിച്ചായിരിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ തന്നെ തൊട്ട് താഴത്തെ കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണിച്ചായിരിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ വെരിഫൈ ചെയ്തിരിക്കേണ്ടതാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വെരിഫൈ ചെയ്ത ശേഷം താഴത്തേക്ക് വരുമ്പോൾ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ സക്സസ്ഫുള്ളി SSCയുടെ MTS റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് വരുന്നത് ആപ്ലിക്കേഷൻ ഫീസാണ്. ഏകദേശം 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഈ ഒരു ഫീസ് അടച്ചാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സ്വീകരിക്കുകയുള്ളൂ. SSC ST കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഫീസ് അടയ്ക്കേണ്ടതില്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും 100 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. ഫീസ് അടയ്ക്കുന്നതിനായിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ SSCയുടെ പ്രൊഫൈലിലെ മെയിൻ പേജിലേക്ക് വരേണ്ടതാണ്. നിങ്ങൾക്ക് ആ ഒരു ബോക്സിന് തന്നെ SSC MTSൻ്റെ ആ ഒരു ബോക്സിൽ തന്നെ പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈൻ വഴിയും അതുപോലെ തന്നെ ഓൺലൈൻ വഴിയിട്ടും പേയ്മെൻറ്റ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഓഫ്ലൈൻ വഴി അടയ്ക്കേണ്ടവർക്ക് നിങ്ങൾക്ക് ഓഫ്ലൈൻ വഴി അടയ്ക്കാൻ സാധിക്കുന്നതാണ്. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഫീസ് അടയ്ക്കുന്നതിൻ്റെ ഏത് മോഡാണോ അത് സെലക്ട് ചെയ്ത് നിങ്ങൾ ഫീസ് അടയ്ക്കുക. ഫീസ് അടച്ച ശേഷം ഫീസിൻ്റെ സ്റ്റാറ്റസും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ SSCയുടെ MTS റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.